ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഇന്ന് എന്തുണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ചിക്കൻ വെച്ചിട്ട് ഒരു വറുത്തരച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെയും ടിഫിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും അങ്ങനെ ഇഡ്ഡലി ദോശ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലോട്ട് 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിലോട്ട് അര സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. അര സ്പൂൺ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതിട്ട് കൊടുത്തു. ഇനി അതിലോട്ട് ഒരു കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം. ഇതൊന്നും നന്നായിട്ട് വറുത്തെടുക്കണം. ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കാം. ഒരു അടി കട്ടിയുള്ള അതുപോലത്തെ ചീനച്ചട്ടിയാണെങ്കിൽ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെ വരും കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളെന്ന് വെച്ചാൽ അത് വേറൊരു ഇതാണ്. ഇങ്ങനത്തെ പാത്രങ്ങൾ ഉപയോഗിക്കും, ഇതിനൊരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. നല്ലൊരു മണം വരുന്നത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ. അത് ഏകദേശം പകുതി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നല്ലൊരു മണം വരുന്നില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതേപോലത്തെ ഒരു മണം കേട്ടോ. അടിപൊളി മണം. ഇങ്ങനത്തെ അടി കട്ടിയുള്ള ചീനച്ചട്ടി ഉപയോഗിക്കുമ്പോൾ അടിയിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ഫസ്റ്റൊക്കെ പിടിക്കും. പിന്നെ അത് കഴിയുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, പിന്നെ പിടിക്കില്ല. പിന്നെ ഇതാണ്ടോ ഇപ്പോൾ ഏകദേശം പെട്ടെന്ന് തന്നെ വറുത്ത മൊരിഞ്ഞു തുടങ്ങി. അതാണ് ഇതൊക്കെ ഇങ്ങനത്തെ ചട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത. ഇപ്പോൾ ഏകദേശം ആയി തുടങ്ങി. ഇനി ഒന്ന് ഇത് ഇറക്കി വെച്ച് പറഞ്ഞാൽ ഇനി ഒരു വേവും കൂടെ ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ആയിട്ട് മൂപ്പ് മതിയാവും. ആ ചട്ടി ഇറക്കി വെച്ചിട്ട് വേറൊരു ചീനച്ചട്ടി വെച്ചു. അതിലൊരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള കനം കുറച്ച് കട്ട് ചെയ്തത്. ഇതപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ വഴണ്ട് വരാറായിട്ടുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കിയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിലോട്ട് ഒരു കൊത്ത് കറിവേപ്പില, ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്യാം. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. അതിലോട്ട് 2 വെളുത്തുള്ളി അല്ലി, ഒരു 5-6 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അത് മതിയാവും. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിലോട്ട് ആ ചിക്കൻ കഴുകി വെച്ച് വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ ഇട്ടു. ഇതിലോട്ട് വേണ്ട പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ടപ്പോൾ ഫൈനായി അരിഞ്ഞിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. ഇതപ്പോൾ അത് ചിക്കൻ ഇങ്ങനെ ഒരു 1/4 വേവായിട്ടുണ്ട്. അത് മതിയാവും. അതിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ചതായി ഇങ്ങനെ ആയിട്ടുണ്ട്. ഏകദേശം വേവാറായിട്ടുണ്ട്. അതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം.
ഇതായപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതാ നല്ല ക്രീമിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ.